ആൽഫബറ്റ്സ് പഠിച്ചു. ഇനി അടുത്തത് എന്തുവാ? നമുക്ക് ജർമ്മൻ ഒന്നും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജർമ്മനെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതിലാണ് നമ്മളൊരു പവർ, നമ്മുടെ കോൺഫിഡൻസ്. അപ്പോൾ അതിനാണിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർസ്റ്റെല്ലിംഗ്. അപ്പോൾ ദി ഫോർസ്റ്റെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രൊഡക്ഷൻ. ഈ ഞാൻ പ്രകാശം പറയണ പോലെ അതിൽ 5% പറഞ്ഞില്ലേ, ഹിഷ് ഹൈസ് അല്ലെങ്കിൽ മൈന നാമോ എസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇഷ് ഹൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ 3 ചേർത്തി. അപ്പോൾ ഇഷ് ഹൈസ് 3 ചേർത്തി. ഇനി അത് പറ്റുന്നില്ല, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മൈ നാമ ഇസ് 3 ചേർത്തി. നല്ല ഗുമ്മില്ലേ കേൾക്കുമ്പോൾ. ഇനി അതും പറ്റുന്നില്ല, പാടാ. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഇഷ് ബിൻ 3 ചേർത്തി. ഐ ആം 3 ചേർത്തി. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താ കംഫർട്ടബിൾ തോന്നുന്നത് അത് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ നെക്സ്റ്റ് പ്രായം പറയുമ്പോൾ എന്താ? ഇപ്പോൾ ഇഷ് ബിൻ 25 years old. അപ്പോൾ ഇഷ് ബിൻ 25 Jahre alt. അപ്പോൾ നമ്പേഴ്സ് എന്താണെങ്കിലും ഇപ്പം നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് 25 years old. അത് നമുക്ക് പാർട്ട് ഡേ 1 കാണത്തില്ല, ഡേ 2 അല്ലെങ്കിൽ നമ്പേഴ്സൊക്കെ കാണുന്നത്. ഓക്കെ, സോ അപ്പോൾ ടൈം ബി ഇഷ് ബിൻ 25 years old. ഇഷ് ബിൻ 25 Jahre alt. years old. ഇനി നെക്സ്റ്റ് ഇഷ് komme aus. ഐ കം ഫ്രം. അപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് പറയും? ഇഷ് komme aus എറണാകുളം. അതുപോലെ ഞാൻ എറണാകുളത്ത് വരുന്നു. ഇനി ഇഷ് വോണ് ഇൻ. ഐ സ്റ്റേ ഇൻ. അപ്പം എന്ത് പറയും? ഇഷ് വോണ് ഇൻ തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ? എറണാകുളത്ത് നിന്ന് ഞാൻ വരുന്നു, പക്ഷെ ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരിൽ. ജർമ്മനി വരുമ്പോൾ എന്ത് പറയും? ഇഷ് കോമ ഔസ് ഇന്ത്യൻ. ഞാൻ വരുന്നത് ഇന്ത്യയിലാണ്, പക്ഷേ ഇഷ് വോണ് ഇൻ ഡോയ്ച്ച്ലാൻഡ്. അല്ലെങ്കിൽ ഇനി സ്പെസിഫിക് ആയിട്ട് പറയണം. ഇപ്പം ഇങ്ങനെയും പറയാം, ഇഷ് കോമ ഔസ് ഡോയ്ച്ച്ലാൻഡ്. ഞാൻ ജർമ്മനിയിൽ നിന്ന് വരുന്നു, പക്ഷേ ഇഷ് വോണ് ഇൻ ഫ്രാങ്ക്ഫുർട്ട്. ഞാനിപ്പോൾ ഫ്രാങ്ക്ഫുർട്ടിൽ താമസിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഏതൊക്കെ ഭാഷ സംസാരിക്കും? ഫോർ എക്സാമ്പിൾ ഇഷ് സ്പ്രെഷ്. ഞാൻ ഐ സ്പീക്ക്. ഇഷ് സ്പ്രെഷ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അല്ല, പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ ഇംഗ്ലീഷ്. അതിൻ്റെ സ്പെല്ലിങ് നോക്കുക, ENGLISCH ആണ്. ഇഷ് സ്പ്രെഷ് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി und etwas Deutsch and കുറച്ച് ജർമ്മൻ. ഇനി നെക്സ്റ്റ് ഇനി അതെല്ലാം ഇപ്പം ഇനി വേറെ ആൽഫബറ്റ്സ് ലാംഗ്വേജസ് ഒക്കെ അറിയുകയാണെങ്കിൽ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് യുവർ ഇഷ്ടം. ഇതിപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ ആണല്ലോ. ഇനി അടുത്തത് meine Muttersprache ist മലയാളം. അപ്പോൾ meine Muttersprache എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ മദർ ടങ് ഈസ് മലയാളം. ഇപ്പം എൻ്റെ മലയാളമാവും. ബാക്കി ഇപ്പോൾ ആരുടെയെങ്കിലും ഇപ്പോൾ വേറെ ആണെങ്കിൽ അത് എഴുതാം. ഇനി ഇഷ് ബിൻ ഡാഷ് ഫോൺ ബ്രൂഫ്. ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? പേഴ്സണലി ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ സ്റ്റുഡൻ്റാണ്. സോ അത് കാരണം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇഷ് ബിൻ ഇൻജിനിയർ ഫോൺ ബ്രൂഫ്. അതായത് ഞാൻ എൻജിനീയറാണ് ഫ്രം മൈ പ്രൊഫഷൻ. അപ്പോൾ നിങ്ങളുടെ എന്താ ജോലി അത് അതിലേതാ. ഇനി ഇപ്പോൾ അതെന്ത് സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പോൾ ഇപ്പോൾ പറയാം ഇഷ് ആർബൈറ്റ് ബൈ BMW. ഞാൻ വർക്ക് ചെയ്യണത് BMW കമ്പനിയിലാണ്. ഇഷ് ആർബൈറ്റ് ബൈ BMW. ഇനി അതുമല്ല, വേറെന്താ ഓപ്ഷൻ? ഇഷ് ആർബൈറ്റ് മൂമെൻറ്റ് നിസ്റ്റ്. അത് ഇപ്പോൾ ഞാൻ പണിയൊന്നും എടുക്കുന്നില്ല, മൂമെൻ്റായിട്ട് ഞാനിപ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ല. ഇനി അതും പറ്റത്തില്ല. ഇപ്പോൾ പറയുക ഇഷ് ബിൻ സ്റ്റുഡൻറ്റ്. വളരെ ഈസി ആയിട്ട്
കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കേണ്ട. ഞാനിപ്പോൾ സ്റ്റുഡൻ്റാണ്. അവരിനി വേറെ ചോദിക്കാനും പോകത്തില്ല. ചോദിക്കുവാണെങ്കിൽ അക്കോർഡിംഗ്ലി ആൻസർ ചെയ്യുക. ഇനി ലാസ്റ്റ് ആണ് മൈനെ ഹോബീസ് ഉണ്ട്. നമ്മളൊരു ഇൻട്രഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഹോബീസ് പറയണമല്ലോ. അപ്പോൾ അതിൽ സിംഗനാവാം, ഡാൻസനാവാം, ഫോട്ടോഗ്രാഫിയറനാവാം, മാലനാവാം, എന്തും ആവാം. അപ്പം ഇനി ഈ ഹോബീസിനെ കുറിച്ച് നമുക്കത് അടുത്ത ടോപ്പിക്സാണ്. അപ്പോൾ ഇതാണ് ബേസിക് ഇൻട്രഡക്ഷൻ. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനെ റെക്കമെൻഡ് ചെയ്യണത് വേറൊന്നും പഠിച്ചില്ലെങ്കിലും ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ബിക്കോസ് ഒരാളുടെ അടുത്ത് മുമ്പിൽ പോകുമ്പോൾ അയ്യോ എനിക്ക് ജർമ്മൻ അറിയത്തില്ല, ഇംഗ്ലീഷിൽ പറയണമല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല. ബിക്കോസ് ഇവിടുത്തെ ജർമ്മൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും ജർമ്മൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ്. അപ്പോൾ അതിലും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ. സോ പറ്റുന്ന പോലെ ഇത് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുക.